രക്ഷകരാമോസ്തേ ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ടതാണ് ആഗമനകാലവും ക്രിസ്തുമസും. തിരുപ്പിറവിയോടനുബന്ധിച്ച് ഉള്ള എല്ലാ കാഴ്ചകളും, നക്ഷത്രങ്ങളായിക്കോട്ടെ, പുൽക്കൂടായിക്കോട്ടെ, ക്രിസ്മസ് ട്രീ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മിൽ ഉണർത്തുന്ന വിസ്മയം, അത്ഭുതമൊന്നും ഒരിക്കലും അവസാനിക്കാറില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈശോയുടെ മൃദുലമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നും നമ്മൾ ദൈവത്തോട് കൂടെയാണെന്നും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുന്ന ഒരവസരം കൂടിയാണ് ആഗമനകാലം. നമുക്കൊരവസരം കൂടി കർത്താവ് നൽകിയിരിക്കുകയാണ്. ഈ നിമിഷം അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം. നന്ദിയോടെ ദേവഗാനം പാടി മോദമുടൻ വാഴ്ത്തിടാം. ആകുലമാകെ നീക്കീരവിൽ യേശു പിറന്നിതാ. നന്ദിയോടെ ദേവഗാനം പാടി മോദമുടൻ വാഴ്ത്തിടാം. ആകുലമാകെ നീക്കീരവിൽ യേശു പിറന്നിതാ. ഉദിച്ചു താരമുദിച്ചു, തെളിഞ്ഞു കിരണം തെളിഞ്ഞു. ഉദിച്ചു താരമുദിച്ചു, തെളിഞ്ഞു കിരണം തെളിഞ്ഞു. മനുഷ്യരക്ഷ നേടാൻ നാഥൻ മഹിമ സർവം വെടിഞ്ഞു. മനുഷ്യരക്ഷ നേടാൻ നാഥൻ മഹിമ സർവം വെടിഞ്ഞു. ശുദ്ധരായി നാമും ഒന്നായി ഭക്തിഗാനം പാടി വാഴ്ത്താം. മഹിയിൽ പിഞ്ചുസുതനായി ഇന്ന് ദൈവം അവതരിച്ചു. നന്ദിയോടെ ദേവഗാനം പാടി മോദമുടൻ വാഴ്ത്തിടാം. ആകുലമാകെ നീക്കീരവിൽ യേശു പിറന്നിതാ.
ഉദിച്ചു താരമുദിച്ചു, തെളിഞ്ഞു കിരണം തെളിഞ്ഞു. ഉദിച്ചു താരമുദിച്ചു, തെളിഞ്ഞു കിരണം തെളിഞ്ഞു. പഴയ നിയമത്തില് രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ദൈവാത്മാവിനാൽ ഇങ്ങനെ ശക്തിപ്പെട്ട മോശ 40 രാവും 40 പകലും സീനായി മലമുകളിൽ ദൈവസാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. മോശയോട് കർത്താവ് സംസാരിച്ചു തുടങ്ങി. എനിക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ താമസിക്കണം, അവരെന്നെ വന്ന് ആരാധിക്കണം, അതിനുവേണ്ടി എനിക്ക് വേണ്ടി നീ ഒരു സമാഗമ കൂടാരം പണിയണം. മോശയ്ക്ക് ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ സമാഗമ കൂടാരത്തിൻ്റെ ആ ഒരു മോഡല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സാക്ഷ്യപേടകം, തിരുസാന്നിധ്യ, അപ്പത്തിൻ്റെ മേശ, വിളക്കുകാല, അങ്ങനെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അളവ്, നീളം, മെറ്റീരിയൽ, ഇങ്ങനെ എല്ലാം മോശയ്ക്ക് കർത്താവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോശ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മോശ മലയിൽ നിന്ന് ഇറങ്ങി. ഇനി ഇത് ആരോടെങ്കിലും പറയണം, അവർ അതേപടി അത് നിർമ്മിക്കുകയും വേണം. അതാണ് കർത്താവിൻ്റെ ഡിമാൻഡ്. അങ്ങനെ മോശ മലയിൽ നിന്ന് ഇറങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് നിറച്ച 2 ചെറുപ്പക്കാരെ മോശയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്, ബെസാലയിലും ഒഹോലിയാബും. ഇവരോട് മോശ കണ്ട മാതൃക എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ശേഷം പുറപ്പാട് പുസ്തകം അവസാനം നമ്മൾ കാണുന്നത്, മോശ ഇങ്ങനെ നടന്ന് സമാഗമ കൂടാരം കണ്ടപ്പോൾ മോശ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം എന്ത് കണ്ടോ അത് എക്സാക്ട്ലി 2 ചെറുപ്പക്കാരും പണിതു വെച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യർക്ക് ദൈവം മനസ്സിൽ കണ്ട കാര്യങ്ങൾ ലോകത്തിൽ പണിയാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ സ്വപ്നം ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ദൈവാത്മാവ് ഹൃദയത്തിൽ നിറഞ്ഞ മനുഷ്യർ ഉണ്ടായിരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മയാണ്. ഗബ്രിയേൽ മാലാഖ അമ്മയോട് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ശേഷം നമ്മൾ കാണുന്നുണ്ട്, അമ്മ ചെല്ലുന്ന ഇടങ്ങളിൽ, അമ്മ നടത്തുന്ന ഇടപെടലുകളിലൊക്കെ വലിയൊരു ആത്മാവിൻ്റെ കൈമാറ്റം നടക്കുന്നത്, വലിയൊരു മിറാക്കിൾസ് ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഏതൊരു യഹൂദനും മറ്റൊരു യഹൂദനെ കാണുമ്പോൾ ഷാലോം, സമാധാനം എന്ന് പറഞ്ഞ് ആശംസിച്ചാണ് ആശംസകൾ കൈമാറുന്നത്. മറിയവും അത് തന്നെ ആയിരിക്കാം പറഞ്ഞതെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത്തവണ മറിയം അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു തുള്ളിച്ചാടിയെന്നാണ് ബൈബിള് സാക്ഷ്യപ്പെടുത്തുന്നത്. മറിയത്തിന്റെ അഭിവാദനത്തിന് എങ്ങനെയാണ് ഈ ശക്തി ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ചത്? അതിനുത്തരം വളരെ സിമ്പിളാണ്. കാരണം അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഈ ഉണ്ണിയെ ഇങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റിയതെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ബൈബിള് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ആത്മാവിൽ നിന്ന് പിറക്കുന്നവർ ആത്മാവിൻ്റെതും, ശരീരത്തിൽ നിന്ന് പിറക്കുന്നവര് ശരീരത്തിൻ്റെതുമായിരിക്കും. അമ്മയിൽ നിറഞ്ഞ ആത്മാവിൽ നിന്ന് പിറന്നവനാണ് ക്രിസ്തു. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറയാത്ത, പരിശുദ്ധാത്മാവ് ബലപ്പെടുത്താത്ത അമ്മമാര് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ മാതൃത്വത്തെയാണ് ധ്യാനിക്കുന്നത്. പല കുടുംബങ്ങളിലും ആത്മാവ് നിറയാത്ത അമ്മമാര് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളൊക്കെ അക്കൽദാമയായിട്ട് മാറ്റപ്പെടുകയാണ്. ആ വാക്കിനർത്ഥം ചോര നിലമെന്നാണ്. ഈ അടുത്ത് സംസാരിച്ച ഒത്തിരി അമ്മമാരുണ്ട്. അവർക്കൊക്കെ പറയാനുള്ളത് മരുമക്കളുടെ പോരിനെ പറ്റിയാണ്. മരുമക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് അമ്മമാരുടെ പോരിനെ പറ്റിയാണ്. വീടൊരു ഗോൽഗോഥയായിട്ട്, അസ്ഥികളുടെ ഇടമായിട്ടും, നേരത്തെ പറഞ്ഞ അക്കൽദാമയായിട്ട്, ഫീൽഡ് ഓഫ് ബ്ലഡ് ആയിട്ടൊക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ബലമില്ലാത്ത മാതൃത്വങ്ങൾ ഇങ്ങനെ
കുടുംബത്തെ ഒന്നാകെ കുരിശിൽ കയറ്റുന്ന ഒരുപാട് വാർത്തകളും കാഴ്ചകളും നിറയുകയാണ്. ബുക്കർ പ്രൈസ് വിന്നർ അരുന്ധതി റോയിയുടെ ഒരു പുതിയ പുസ്തകം മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം, അതൊരു നല്ല വായനാനുഭവമാണ്. മേരി റോയ് എന്ന തൻ്റെ അമ്മയെ പറ്റിയുള്ള ഒരു ഓർമ്മ പുസ്തകമാണ്. അമ്മയെ അരുന്ധതി റോയ് വിശേഷിപ്പിക്കുന്നത് എൻ്റെ അഭയം, എൻ്റെ കൊടുങ്കാറ്റ് എന്ന് തന്നെയാണ്. അമ്മയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴേക്കാവുന്ന ശാപവാക്കുകളും ശകാരവാക്കുകളും അരുന്ധതി റോയിയുടെ ബാല്യത്തിലെ വലിയ ട്രോമയായിരുന്നു എന്നാണ് ഒരു കുമ്പസാരം പോലെ അവൾ അതിൽ എഴുതിയിരിക്കുന്നത്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങള് വളരെ പെട്ടെന്ന് തന്നെ ഭയാനകമായിട്ടുള്ള ഇടമായിട്ട് മാറ്റപ്പെട്ടേക്കാം എന്നുള്ള ആശങ്കയിലാണ് ആ പുസ്തകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിലും ഇത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അമ്മമാര് അവരുടെ മാതൃത്വത്തിൻ്റെ ശക്തി അറിയാതെ പോകുന്നുണ്ട്. ചില അമ്മമാര് സൈലന്റ് വയലൻസ് പ്രാക്ടീസ് ചെയ്യുന്ന അമ്മമാരാണ്. പുറമെ അവർ വലിയ മൗനത്തിൻ്റെ ദേവതകളൊക്കെ ആയിരിക്കും, പക്ഷേ അകത്ത് ഒരു അഗ്നിയുടെ ഒരു വലിയ പർവ്വതം തന്നെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. വിവാഹശേഷം മകനെ അല്ലെങ്കിൽ മരുമകളെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന, അവൻ്റെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വന്നപ്പോൾ എൻ്റെ സ്ഥാനം പോയി എന്നുള്ള വാശിയില് മരുമകനെയും മരുമകളെയും സ്വന്തം മകനെയും മകളെയും ഒക്കെ പാടെ അവര് അങ്ങ് അവഗണിക്കും. പറയേണ്ടതൊക്കെ പണ്ടത്തെ പോലെ പറയാമായിരുന്നിട്ടും അവരിപ്പോ ഒന്നും മിണ്ടൂല. ഒന്നും മിണ്ടാതിരുന്ന് അവരിങ്ങനെ എല്ലാവരെയും കുരിശിൽ കയറ്റുന്ന അമ്മമാര്. എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്നാണ് ഇതിനെ സൈക്കോളജി വിളിക്കുന്നത്. വേറെ ഒരു കൂട്ടം അമ്മമാരുണ്ട്, നാർസിസിസ്റ്റ് അമ്മമാരാണ്. നാർസിസിസ്റ്റ് പൊസസീവ്നെസ് കീപ്പ് ചെയ്യുന്ന അമ്മമാരാണ്. അങ്ങേയറ്റം പൊസസീവായിട്ടുള്ള ഒരു അമ്മയ്ക്ക് മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളെപ്പോഴും തീർച്ചയായിട്ടും ഒരു അക്രമകാരിയെ പോലെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അക്രമം കൊണ്ട് തന്നെ അവളെ തോപ്പിക്കും എന്ന് മനസ്സിലുറപ്പിച്ച കുറെ അമ്മമാർ. കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ അമ്മ ചെന്ന് മകനോട് പറയും, നീ ഒത്തിരി മാറിപ്പോയി, പണ്ടത്തെ പോലെയല്ല. മകൻ അമ്മയോട് പറഞ്ഞു, അമ്മയിൽ വന്ന ഒത്തിരി മാറ്റങ്ങൾ എന്നെ ഇത്തിരി മാറ്റി. ഞാൻ ആ മകൻ പറഞ്ഞ കാര്യമായിരിക്കും കുറച്ചുകൂടെ സത്യം എന്ന് വിചാരിക്കുന്നത്. അത് തന്നെയാണ് പലപ്പോഴും പല കുടുംബങ്ങളിലും മകന്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിനും സ്നേഹപാത്രത്തിനും ഇടയിൽ ഒരു പിച്ചപാത്രവുമായിട്ടിരിക്കുന്ന മകന്റെ ഒരു ദുരവസ്ഥ പല വീടുകളിലെയും ഇന്നത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. അങ്ങനെയുള്ള പൊസസീവ്നെസ് ഉള്ള അമ്മമാര് എപ്പോഴും കുറ്റങ്ങളാണ്. അവരുടെ കണ്ണിലെല്ലാം ഫുൾ ഓഫ് കുറ്റംസ് ആയിരിക്കും. ചെയ്താ കുറ്റം, ചെയ്തില്ലേ കുറ്റം, പറഞ്ഞാ കുറ്റം, പറഞ്ഞില്ലേ കുറ്റം, അകത്തിരുന്നാ കുറ്റം, പുറത്തു പോയാ കുറ്റം, ഫുൾ ഓഫ് കുറ്റംസ് ആയിരിക്കും. എന്നിട്ട് പറയും, സ്വർഗം പോലെ ഇരുന്ന വീടായിരുന്നു, നീ വന്ന് കയറിയപ്പോ ഇത് നരകമായി. പക്ഷേ ഈ അകത്തിരിക്കുന്ന ഈ അമ്മ പൊന്തിയോസ് പിലാത്തോസ് വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ആ കുടുംബത്തിനുള്ളതെന്ന് ആ അമ്മ പറയൂല. വേറൊരു കൂട്ടം അമ്മമാര് ടോക്സിക് മദേഴ്സ് ആണ്, കവേർട്ട്ലി കൺട്രോളിങ് മദേഴ്സ് ആണ്. ചില അമ്മമാര് അവരുടെ മക്കളെ വേറൊരു വീട്ടിലേക്കൊക്കെ കല്യാണം കഴിച്ച് അയക്കുന്നത് സകല അടവുകളും തന്ത്രങ്ങളും ഒക്കെ പയറ്റി ജയിച്ചു വാന്ന് പറഞ്ഞ് ഉണ്ണിയാർച്ചന വിടുന്ന പോലെയൊക്കെയാണ്. ഒരുതരം ഹെറോദിയ സിൻഡ്രോം ബാധിച്ചവരാണ് അവര്. എന്ത് സംഭവിച്ചാലും തലയും കൊണ്ടേ വരാവൂ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് അമ്മമാരും ഇന്ന് കൂടുതലാണ്. ഒരുതരം സൈക്കോട്ടിക് അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും മന്ത്രി രാജിവെക്കണമെന്ന് പറയണ പോലെ എന്ത് പറഞ്ഞാലും ഡിവോഴ്സ്. ഇങ്ങനെയുള്ള അമ്മമാരും നമ്മളുടെ ഇടയിൽ പെരുകുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ ഭയങ്കര റെലവൻ്റ് ആണ്. പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധാത്മാവ് നിറയാത്ത അമ്മമാര് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് തന്നെയാണ് മുന്നേയും പറഞ്ഞത്. അമ്മമാരിങ്ങനെ ആത്മാവ് നിറഞ്ഞ അമ്മമാര് ഒന്നിച്ചു നിന്നാല് ഭൂമിയെ ഒരു പറുദീസയായിട്ട് മാറ്റാൻ പറ്റും. കുടുംബത്തെ ഒരു തിരുക്കുടുംബമായിട്ട് മാറ്റാനായിട്ട് അവർക്ക് പറ്റും. മാതൃത്വത്തിന്റെ ഊർജം എന്ന് പറയുന്നത് വലുതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ അമ്മമാരുടെ നേതൃത്വത്തിൽ നടന്ന ചില മത്സ്യത്തൊഴിലാളി സമരങ്ങളും മദ്യവിരുദ്ധ സമരങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു കാലഘട്ടത്തില് കൊച്ചിയില് അമ്മമാര് കുറച്ചുപേര് ഒറ്റക്കെട്ടായി നിന്നപ്പോ
പൂട്ടിപ്പോയത് കുറേ ഷാപ്പുകളാണ്. ഭൂമിയിലെ എല്ലാ നല്ല അമ്മമാരുടെയും പാദം തൊട്ട് വണങ്ങിക്കൊണ്ട് ഞാൻ ഒരു സങ്കടം പറയട്ടെ. എല്ലാവരും അത്ര നല്ല അമ്മമാരല്ല. ചില മോശം അമ്മമാരും ഇന്നത്തെ ലോകത്തിലുണ്ട്. കുഞ്ഞിനെ മുലയൂട്ടാനായിട്ട് മടിക്കുന്നത് മുതൽ തുടങ്ങി കുഞ്ഞിന് വേണ്ട വാത്സല്യവും കരുതലും ഒക്കെ നിഷേധിക്കുന്നവരാണ്. അവർ ചിലപ്പോൾ സിനിമ കണ്ടിറങ്ങിയാൽ സർവ്വലോകവും പറഞ്ഞു കുഞ്ഞിനെ തിയേറ്ററിൽ ഇട്ടിട്ട് പോകും. അങ്ങനെയുള്ള വാർത്തകളും ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അമ്മമാർ എണ്ണത്തിൽ കുറവായിരിക്കാം, പക്ഷേ അവരുടെ ഈ സ്നേഹരാഹിത്യം വീടിൻ്റെ മാത്രമല്ല ഭൂമിയുടെ തന്നെ ദുരന്തത്തിന് കാരണമാകുന്നുണ്ടോ എന്നവർ ചിന്തിക്കുന്ന പോലും ഇല്ലായിരിക്കാം. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അതെ, അമ്മയായിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. വിശുദ്ധ മോൺഫോർട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം എനിക്കിത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് തരാനുള്ള ഒരു ഗിഫ്റ്റ് അതായിരിക്കാം. മോൺഫോർട്ടിന്റെ ആ ഒരു സുഹൃത ജപം പോലുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: പരിശുദ്ധ കന്യക മറിയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ വരേണമേ എന്ന് മോൺഫോർട്ട് ഇങ്ങനെ സുഹൃത ജപം പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ അമ്മമാരിൽ നിറയണം. ഈ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം മാതൃത്വത്തിന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പരിശുദ്ധ അമ്മ നമുക്ക് മുന്നിൽ വലിയൊരു മാതൃകയാണ്. വിശുദ്ധ മോൺഫോർട്ട് പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന, പരിശുദ്ധ കന്യകാമറിയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് നമുക്ക് ഈ ഒരു ആഗമനകാലത്തിൽ ഈ ഒരു ദിവസം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കാം. അത്ഭുതമാണ് ഈ മകനും ഈ അമ്മയും. ഈ അത്ഭുതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത്ഭുതത്തോടുകൂടെ ഈശോയെയും ഈ അമ്മയെയും നോക്കി നമുക്ക് മനോഹരമായ ബിനോജച്ചൻ്റെ ആ ഗാനം നമുക്ക് ധ്യാനിക്കാം. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ, എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ. കാലിത്തോഴുത്തിനേക്കാൾ കറകളുണ്ടേലും എൻ ഹൃത്തടത്തിൽ വാഴുവാൻ നിനക്കെന്തൊരിഷ്ടം. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവ
ദൈവമെൻ അരികിലായി അൾത്താരയിൽ ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ. നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ. ഇന്നത്തെ ഈ ദിനം നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ അമ്മമാരെയൊക്കെ ഒന്ന് ഓർക്കാം. ലോകത്തിലെ എല്ലാ മാതൃത്വത്തെയും കർത്താവെ നിന്റെ അമ്മയെപ്പോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീഴുന്ന ഏറ്റം മഹത്താമി കൂദാശയെ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദേവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവീദം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാതന്ത്ര്യത്തിനൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്കങ്ങ് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം തന്നരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.